കായംകുളം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ MLA A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. കായംകുളം 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. വാർഡ് പ്രസിഡന്റ് നിഹാസ് അബ്ദുൾ അസീസ് അധ്യക്ഷനായി. യോഗം മുൻ MLA A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാരന്റെ മോചനം അവരെ അകറ്റി അവരിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ രാജ്യത്തെ മതേതരത്വത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമിക രാഷ്ട്രമായി മാറുമ്പോഴും ഈ രാജ്യം ഹിന്ദുസ്ഥാൻ അത് മതേതര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടികളുടെ ഭാഗമാണ്. അങ്ങനെയാണ് എനിക്കെന്റെ രാജ്യം ആ രൂപത്തിൽ വേണമെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നു. മതേതര രാഷ്ട്രം അതൊരു ജാതിയുടെ പേരുള്ള രാഷ്ട്രമാകാൻ പാടില്ല. ബ്രിട്ടീഷുകാരൻ പാകിസ്ഥാൻ ആ രൂപത്തിൽ വിഭജിച്ച് മുന്നോട്ട് പോകുമ്പോഴും അതൊരു മുസ്ലിം രാഷ്ട്രമായി ഇസ്ലാമിക രാഷ്ട്രമായി മാറുമ്പോഴും ഈ രാജ്യം സെക്കുലർ രാഷ്ട്രമാകണം, മതേതര രാഷ്ട്രമാകണമെന്ന് ആഗ്രഹിച്ചത് ഈ രാജ്യത്തിന്റെ പൈതൃകം ആ രൂപത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൂന്നി മുന്നോട്ട് പോയി ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ പട്ടിണി കിടക്കുന്ന ഇന്ത്യയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ചരിത്രം പഠിച്ചവർക്കെല്ലാം, ചരിത്രത്തിൽ ആ വായന നടത്തിയിട്ടുള്ളവർക്കെല്ലാം ആ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്നതാണ്. എന്നാൽ നോക്കൂ, അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നു. അമേരിക്കക്കാരുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ചാണ് നമ്മൾ പട്ടിണി കിടന്ന നാളുകളിൽ നമുക്ക് നമ്മുടെ വയറൊന്ന് ഒരു കാൽ വയറ് നിറയ്ക്കാനായത്. അതിന് അവന്റെ പാൽപ്പൊടി ഉണ്ടായിരുന്നു. അന്ന് അവരുടെ ആ ഭക്ഷണമായ PL 450 എന്ന് പറയുന്ന കരാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവരുമായി ആ ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പാൽപ്പൊടി, അവരുടെ നുറുക്ക് ഗോതമ്പ്, അവരുടെ ചോളം, അവരുടെ ഉൽപ്പന്നങ്ങൾ കഴിച്ചാണ് നമ്മൾ പട്ടിണി മാറ്റാനുള്ള നടപടികളിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയാലും അത്തരത്തിൽ പ്രവർത്തിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ആയാലും മൗലാന അബുൽ കലാം ആസാദ് ആയാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം രാജ്യത്തിന് ക്ലേശകരമായ പാതയിൽ നിന്ന് രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയെന്ന് നമ്മൾ കണ്ടു. അവിടെയാണ് നമ്മുടെ മാറ്റം തുടങ്ങുന്നത്. AJ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈൻലാബ്ദീൻ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുടവ വിതരണം ചെയ്യുകയും ചെയ്തു. AP ഷാജഹാൻ, CA സാദിഖ്, A. ഷാജി, ഷീജ റഷീദ്, ഷൈജു മുക്കിൽ, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നസീം അഫ്സൽ പ്ലാമൂട്ടിൽ, റസാഖ് വള്ളിയിൽ, കടയിൽ രാജൻ, ഷാജി വലിയപറമ്പിൽ, നാസിം നാസർ, പ്രശാന്ത് എരുവ, ഷാജത്ത് ഷാജഹാൻ, സലിം ഇഞ്ചക്കൽ, ഷൈല ഷാജഹാൻ, N. നിസ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് സെക്രട്ടറി അനസ് കബീർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുമയ്യ അനീസ് നന്ദിയും പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.